വെൽക്കം. ഞാൻ കൃഷ്ണ ലിജേഷ്. നമ്മളെല്ലാവരും ഒരു ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നവരാണ് അല്ലേ? ഒരു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റ് ആവുമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടിരിക്കുന്നത്. ആക്ച്വലി ഒരു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് സെറ്റ് ആവുമോ? നമുക്കതിന്റെ റിയാലിറ്റിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്യാം. നമ്മൾ സെബി മോണിറ്റർ ചെയ്ത കുറെ ട്രെയിനേഴ്സിന്റെ റിവ്യൂ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം അവരുടെ പോർട്ട്ഫോളിയോ ലോസിലും അവരുടെ ട്രെയിനിങ് ഇൻകം അതിനേക്കാൾ 100 ഇരട്ടിയാണ്. ഇപ്പോ ലേറ്റസ്റ്റ് നമ്മുടെ ന്യൂസ് കാണാം, 6 കോടിയിലധികം അവരുടെ പോർട്ട്ഫോളിയോ, അവർ ട്രേഡ് ചെയ്ത് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 600 കോടിയിലധികം അവര് ട്രെയിൻ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഒന്ന് നമ്മളുടെ ആഗ്രഹം കൊണ്ടാണ്, കാരണം നമുക്ക് കഷ്ടപ്പെടാതെ ഒറ്റയടിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആളുകളടുത്തേക്ക് ചെല്ലുന്നത്. രണ്ട്, ട്രേഡിംഗ് ഒരു സ്കില്ലാണ്. ആ സ്കില്ല് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് ഒന്ന്. എക്സ്പീരിയൻസിൽ കൂടെ എല്ലാവരും നമുക്ക് ട്രേഡിംഗിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് ന്യൂസുകളുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് 200 കോടി 300 കോടി 500 കോടി രൂപയൊക്കെ ട്രേഡിങ്ങിന്റെ പേരിൽ തട്ടിയിട്ട് ആളുകൾ മുങ്ങിപ്പോകുന്നു എന്നൊക്കെ ഒരുപാട് ന്യൂസുകൾ ഉണ്ട്. അതിന് നമുക്ക് കുറെ കമന്റുകൾ ഉണ്ട്, നമ്മൾ മലയാളികൾക്ക് മതിയായിട്ടില്ല എന്നൊക്കെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആക്ച്വലി ഇതൊക്കെ ഇവര് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്നുള്ളതിന്റെ ഒരു റിവ്യൂ കൂടെ നമ്മൾ ഇതിന്റെ കൂടെ നോക്കുകയാണ്. പലരും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ആത്മാർത്ഥമായിട്ട് സ്ട്രാറ്റജികൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന കോൺഫിഡൻസിന്റെ മുകളിൽ ഇറങ്ങിയിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, ലോസിലേക്ക് പോകുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത്. സ്ട്രാറ്റജിക്ക് ഒരു റിയാലിറ്റി ഉണ്ട്. എന്താണ് സ്ട്രാറ്റജിയുടെ റിയാലിറ്റി? നമുക്കൊന്ന് ഞാൻ റിവ്യൂ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ട്രാറ്റജി സെറ്റായ ലൈഫ് സെറ്റായി എന്നാണ് നമ്മൾ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ആക്ച്വലി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? ഇമോഷണലി ട്രേഡ് ചെയ്യരുത് എന്നാണ്. ആക്ച്വലി ഇമോഷണലി ആണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ റോങ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ ആദ്യം ഒരു കുറ്റം പോലെ പറയല്ല, പക്ഷെ ഞാൻ പറയാണ്, നമ്മുടെ നാട്ടില് 100-ൽ 90% ആളുകൾ ലോസിലാണ്. ഈ 90% ആളുകളെയും ട്രേഡിംഗ് പഠിപ്പിച്ചിട്ടുള്ളത് ട്രേഡിംഗ് അറിയാത്ത ട്രെയിനേഴ്സാണ്. അതാണ് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തേത്, ഇവരെല്ലാവരും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ത്, സ്ട്രാറ്റജി സെറ്റായ ലൈഫ് സെറ്റാവും. പിന്നെ അവർ സ്ട്രാറ്റജി നോക്കി നോക്കി ലാസ്റ്റ് അവർ പറഞ്ഞു എന്ത്, ഇമോഷണലി ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ലോസ് ആവണത്. ആക്ച്വലി ഇമോഷണലി ട്രേഡ് ചെയ്യണം എന്നാലേ പ്രോഫിറ്റ് ആവുള്ളൂ. ഞാൻ ഇതിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മള് ആക്ച്വലി ഈ ഒരു റിയാലിറ്റി എനിക്ക് ലൈക്ക് എന്റെ 13ാമത്തെ വർഷം, ഞാൻ ഇപ്പോഴും 15 years ആയിട്ട് ഫുൾ ടൈം ലേണറാണ്. എന്റെ 13ാമത്തെ വർഷമാണ് എനിക്കിത് കിട്ടിയത്. അന്ന് നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ബാക്ക് ടെസ്റ്റ് കിട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ഒരു ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ എക്സലിൽ ഉണ്ടാക്കി നമുക്ക് നോക്കാം. 1 ജനുവരി 2018 മുതൽ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേക സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ടാണിത്. അപ്പൊ ഇത് 1 ജനുവരി 2018 മുതൽ 15 ജൂലൈ 2020 വരെ ഈ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്തത് ക്യാപിറ്റൽ 10,000 രൂപയിലാണ്. അപ്പൊ ഇത് ബ്രോക്കറേജ് അടക്കമുള്ള കാൽക്കുലേഷൻ ആണ് കേട്ടോ. ബ്രോക്കറേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ 10,000 രൂപ നമ്മൾ 1 ജനുവരി 2018 മുതൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റല് നമുക്ക് 15 ജൂലൈ 2020 വരെയുള്ള ദിവസം കൊണ്ട് നമുക്കിത് 4,10,547 രൂപ 13 പൈസയായി. അപ്പൊ നമുക്ക് ഇതിന്റെ ടോട്ടൽ റിവ്യൂ നോക്കുമ്പോൾ നമുക്ക് കാണാം 10,000 രൂപ ക്യാപിറ്റലിന് 4,10,547 രൂപ 13 പൈസ. അതായത് പ്രോഫിറ്റ് 4,547 രൂപ 13 പൈസ ബ്രോക്കറേജ് കഴിഞ്ഞിട്ട്. ഓക്കെ, അതായത് ഇതിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയെന്ന് അറിയോ? 405% ആണ്. അതായത് 40 ഇരട്ടിയിലധികമാണ് ഇതിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1/11/2018 മുതൽ 15/7/2020 വരെയുള്ള 625 ട്രേഡിംഗ് ഡേയ്സ്. അതായത് ഒരു ട്രേഡിംഗ് ദിവസം നമുക്ക് 6% ലാഭം. ഇതിന്റെ ഗ്രാഫ് നോക്കിയാൽ കാണാം. ഇതിന്റെ ഗ്രാഫ് കുറച്ചിങ്ങനെ സൈഡ് വൈസ് ആയി നിന്നതിന് ശേഷം കുത്തനെ പോയി. ഈ സ്ട്രാറ്റജി ഗുഡ് ആണോ ബാഡ് ആണോ? പെർ ഡേ 6%, 625 ദിവസം കൊണ്ട് 40 ഇരട്ടി നമുക്ക് ലാഭം തന്നിട്ടുള്ള ഈ സ്ട്രാറ്റജി സൂപ്പർ ആണോ അല്ലയോ? സൂപ്പർ സ്ട്രാറ്റജി ആണ് അല്ലെ? കാരണം ആവറേജ് പെർ ഡേ 6% ആണ് നമുക്ക് റിട്ടേൺ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാക്ക് ടെസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബാക്ക് ടെസ്റ്റിന്റെ കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ എവിടേക്ക് ഇറങ്ങുന്നത്,
അടുത്ത ദിവസങ്ങളിലേക്കുള്ള ട്രേഡിംഗ് ഇറങ്ങുന്നത്. കാരണം പെർ ഡേ ആവറേജ് 6% ആണ്. ഇതിൽ ഡ്രോ ഡൗൺ ഒക്കെ നോക്കിയാൽ കാണാം, വളരെ ചെറിയ ഡ്രോ ഡൗണേ ഇതിലുള്ള. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ എന്തിനാ ഇറങ്ങണത്, ട്രേഡിങ്ങിന് ഇറങ്ങുന്നത്. അടുത്ത ദിവസങ്ങളിൽ ട്രേഡിങ്ങിന് ഇറങ്ങുമ്പോൾ അത് 16 ജൂലൈ 2020 മുതൽ ഈ ട്രേഡ് ചെയ്ത് ചെയ്ത് വരികയാണ്. അപ്പൊ ഞാനിവിടെ വെച്ചിരിക്കുന്നത് ക്യാപിറ്റൽ 10,000 തന്നെയാണ്. ഇത് ട്രേഡ് ചെയ്ത് 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 നമ്മൾ ഏതാണ്ട് ഇത് 29 ഡിസംബർ 2023 ആയപ്പോ ആ 10,000 രൂപ 78 രൂപയായിട്ട് താഴെ ചെയ്തത് ഉണ്ട്. അപ്പോ ഒരു പ്രത്യേക ടൈം ഫ്രെയിമില് 40 ഇരട്ടി നമുക്ക് റിട്ടേൺ തന്ന സെയിം സ്ട്രാറ്റജി, 40 ഇരട്ടി റിട്ടേൺ തന്ന സെയിം സ്ട്രാറ്റജി നമ്മളുടെ ക്യാപിറ്റലിന്റെ 99% കൊണ്ടുപോയി. മനസ്സിലായോ? അതുകൊണ്ടാണ് പല ആളുകളും ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി സെറ്റ് ആക്കിയിട്ടാണ് ട്രേഡ് ചെയ്യാനിരിക്കുന്നത്. പക്ഷെ അവരുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവുന്നത് ഇതുകൊണ്ടാണ്. അതായത് ഒരു സ്ട്രാറ്റജിക്ക് ഒരു പ്രത്യേക ടൈമിൽ മാത്രമേ നമുക്ക് എന്ത് തരാനുള്ള കപ്പാസിറ്റി ഉള്ളൂ എന്നറിയോ, പ്രോഫിറ്റ് തരാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ, നമുക്കിത് റിവ്യൂ ചെയ്യാം. ഇത് 10,000 രൂപ എത്ര വർക്കിംഗ് ഡേയ്സ് കൊണ്ട്, 860 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് പൂജ്യമായിട്ട് മാറി അപ്രോക്സിമേറ്റ്. അപ്പൊ ഈ സ്ട്രാറ്റജി ഗുഡാണോ ബാഡാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ബാഡ് ആണെന്നാ പറയാ. പക്ഷെ സെയിം സ്ട്രാറ്റജി വേറൊരു ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്നാ പറഞ്ഞത്, ഗുഡ് ആണെന്നാ പറഞ്ഞത്. മനസ്സിലായോ? അതായത് ഒരു ഒരു സ്ട്രാറ്റജി കിട്ടിയാൽ നമ്മൾ സെറ്റ് ആയി എന്നല്ല, നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ടൈം ഫ്രെയിമിൽ അത് ഗുഡ് ആയിരുന്നു, അങ്ങനെ വേണം കാണാം. എല്ലാ സ്റ്റോക്കും എപ്പോഴും കയറിക്കൊണ്ടാണോ ഇരിക്കുക? അല്ല, ഒരു അപ് ട്രെൻഡ്, ഒരു ഡൗൺ ട്രെൻഡ്, ഒരു സൈഡ് വേസ് ട്രെൻഡ്, ഇതുപോലെ തന്നെയാണ് ഒരു സ്ട്രാറ്റജിയുടെ റിസൾട്ട്. ഈ സ്ട്രാറ്റജിയുടെ റിസൾട്ട് ഇതേപോലെ തന്നെയാണ്, മുകളിലേക്കും പോവും, താഴേക്കും വരും, സൈഡ് വേസ് നിൽക്കും. നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രാറ്റജി മുകളിലേക്കായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ സ്ട്രാറ്റജി 100% ഗുഡ് ആണ് എന്നല്ല. അങ്ങനെയുള്ള കോൺഫിഡൻസിലാണ് ആളുകൾ ഇവിടെ ക്ലാസ് എടുക്കുന്നതും ട്രേഡിംഗ് പഠിപ്പിക്കുന്നതും ആളുകളുടെ കയ്യിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് പൈസ പിരിക്കുന്നതും. പക്ഷെ ആ ബാക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവർ റിയൽ മണിയും കൊണ്ട് ക്യാപിറ്റലിലേക്ക് ഇറങ്ങുമ്പോൾ ആ സ്ട്രാറ്റജിയുടെ ഡ്രോ ഡൗൺ പീരീഡിലേക്ക് വരും. ആ ഡ്രോ ഡൗൺ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവരുടെ ക്യാപിറ്റൽ മുഴുവൻ വാഷ് ഔട്ട് ആയിട്ട് പോവാണ്. ആക്ച്വലി പല ആളുകളുടെയും യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ അങ്ങനെ തന്നെ പറയാം, അതുകൊണ്ട് ഒരു തെറ്റുമില്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും നമുക്ക് മൂവിങ് ആവറേജ് ഇട്ടിട്ട് ട്രേഡ് ചെയ്തോ എന്ന് പറയും, പിന്നീട് അവർ തന്നെ പറയും ലോസ് ആയി എന്ന് പറയും. ലൈക്ക് ഇവർ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന പീരീഡിൽ ഇത് ഗംഭീര പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ റിയാലിറ്റി നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ഡ്രോ ഡൗൺ പീരീഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കയറുക. അതായത് പല ആളുകളും കറക്റ്റ് പറഞ്ഞ ഭാഗ്യമുള്ളത് കൊണ്ടാണ് ട്രേഡിംഗിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നമുക്കറിയാം, ട്രേഡിംഗ് ഈസ് എ ഫാക്ടർ ഓഫ് പ്രൈസ് ആൻഡ് ടൈം. അത് എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പ്രൈസും ഉള്ള ഒരു ഫംഗ്ഷൻ, ഒരു മൂവ്മെന്റ് ആണ് മാർക്കറ്റ്. പക്ഷെ ഈ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ വേറൊരു ഫാക്ടറും കൂടി ഉണ്ട്. ആ ഫാക്ടറാണ് ലക്ക്. ആ ലക്ക് എന്ന് പറയുന്ന ഫാക്ടറും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് വന്നാൽ മാത്രമേ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ പ്രോഫിറ്റ് ആവുള്ളൂ. അല്ലാതെ പ്രോഫിറ്റ് ആവുന്ന രണ്ടാളുകളുണ്ട്. ഒന്ന് സ്വിംഗ് ട്രേഡേഴ്സ് എന്ന് വിളിക്കുന്ന ആളുകള്, രണ്ട് ഓപ്ഷൻ സെല്ലേഴ്സ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, നിങ്ങളുടെ അടുത്ത് പല സ്ട്രാറ്റജിയും വെച്ച് ട്രേഡ് ചെയ്തോ ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന് പറയുന്ന ആളുകളെല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഓപ്ഷൻ സ്ട്രാറ്റജീസ് ആയിരിക്കും. അതിലും പലരും ഓപ്ഷൻ സ്ട്രാറ്റജീസിലും ലോസ് തന്നെയാണ്. മനസ്സിലായോ? അപ്പോ ഒരു സ്ട്രാറ്റജിയുടെ പിന്നാലെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി മാത്രം അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ 100-90% ആളുകൾ ലോസിൽ തന്നെയാണ്. ഓക്കെ, ആ ഒരു 10% നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇമോഷണൽ ആയിട്ടാണ് ട്രേഡ് ചെയ്യേണ്ടത്. ആ ഇമോഷണൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? ഇമോഷണൽ ട്രേഡിംഗ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്റ്റോപ്പ് ലോസ് ഇടുക. കൃത്യമായ ലോസ് വരുമ്പോൾ കൃത്യമായ ലോസ് ബുക്ക് ചെയ്യുക, കൃത്യമായ പ്രോഫിറ്റ്, അതായത് റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമ്മൾ ഈ വീഡിയോയിൽ ആരും കുറ്റം പറയാനോ നെഗറ്റീവ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ നെഗറ്റീവ് പറയാനോ ഒന്നുമല്ല. ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റ് ആവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഒരുപാട് ചെറിയ പിള്ളേർ, അങ്ങനെ തന്നെ ഞാൻ പറയാം, ഒരുപാട് ന്യൂ കമേഴ്സ് ഒരു സ്ട്രാറ്റജി സെറ്റ് ആയാൽ ലൈഫ് സെറ്റ് ആയി എന്നുള്ളതിൽ രാത്രിയും പകലും ഇല്ലാതെ ഉറക്കൊഴിച്ച് ആവറേജ് പലരുടെ ഉറക്കം 3 hours താഴെയാണ്. എന്താ വെച്ചാൽ ഒരു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റ് ആയി എന്നാണ്. ഒരു സ്ട്രാറ്റജി കിട്ടിയിട്ട് ഇവിടെ ആരും ലൈഫ് സെറ്റ് ആയിട്ടില്ല, അത് മനസ്സിലാക്കണം. നിങ്ങൾ 3-4 വർഷമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളൂ, 15, 18, 20 വർഷമായിട്ട് സ്ട്രാറ്റജീസ് അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട് ഇവിടെ. നമ്മളൊരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ എക്സ്പീരിയൻസിൽ ഒരാൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. ആള് 10 വർഷത്തെ ഡാറ്റ എടുത്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തു. ഒരു 10,000 സ്ട്രാറ്റജികൾ സ്റ്റാഫിനൊക്കെ വെച്ചിട്ട്, ആൽഗോ ചെയ്യുന്ന ആളുകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി.
എന്നിട്ട് അതിൽ നിന്നും ഒരു 10-20 സ്ട്രാറ്റജി സെറ്റ് ചെയ്തിട്ട് അതിനെ 20 വർഷത്തേക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്തു. അതിൽ നിന്നും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു 3-4 സ്ട്രാറ്റജി എത്ര കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക്? അവൾ അത് വെച്ചിട്ട് ഹ്യൂജ് ക്യാപിറ്റൽ ട്രേഡ് ചെയ്തു. അവിടെ നിന്ന് അതിന്റെ ഡ്രോ ഡൗൺ പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. അവളെ ക്യാപിറ്റൽ കംപ്ലീറ്റ് ലോസ് ആയി. അപ്പോ ട്രേഡിംഗ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് ആൻഡ് ടൈം മാത്രമല്ല, ഈസ് എ ഫങ്ഷൻ ഓഫ് ലക്ക്. അത് ലക്ക് അല്ലാതെ ഇരിക്കണമെങ്കിൽ, ഒരു സ്ട്രാറ്റജി നമ്മൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന അടുത്ത പ്രധാന തന്ത്രം ഇമോഷനാണ്. ഇമോഷനിലെ ആണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഇമോഷൻ പറഞ്ഞാൽ എന്താണ്? ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ മാർക്കറ്റ് കൂടുതൽ? ബയേഴ്സ് ആണെങ്കിൽ നമ്മൾ ബൈ ചെയ്യണം, സെല്ലേഴ്സ് ആണെങ്കിൽ നമ്മൾ സെല് ചെയ്യണം. ഓപ്ഷന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ് ഉണ്ടെങ്കിൽ കോൾ ബൈ ചെയ്യണം, സെല്ലേഴ്സ് ആണെങ്കിൽ പുട്ട് ബൈ ചെയ്യണം. ബയേഴ്സ് ഇല്ലെങ്കിൽ കോൾ സെല് ചെയ്യണം, സെല്ലേഴ്സ് ഇല്ലെങ്കിൽ പുട്ട് സെല് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ആ ഒരു ഇമോഷൻ നമുക്ക് വരേണ്ടത്. അപ്പോ ഇറ്റ്സ് ലൈക്ക് ഇമോഷന്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു ബയേഴ്സ് ആണെങ്കിൽ ബൈ ചെയ്യണം, സെല്ലേഴ്സ് ആണെങ്കിൽ സെല് ചെയ്യണം. ഇമോഷൻ തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സിനോ സെല്ലേഴ്സിനോ നമ്മൾ വിചാരിച്ചത്ര പ്രയോറിറ്റി ഇല്ല എങ്കിൽ നമ്മളുടെ എൻട്രി തെറ്റിപ്പോയി നമ്മളത് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡിങ്ങിൽ ജയിക്കാനുള്ള ഏകതന്ത്രം. അപ്പോ നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ട് ഇപ്പൊ നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം ഒറ്റ ദിവസം കൊണ്ടാണ് സൗബീൻ പോലെ ഒരു നടൻ നമുക്ക് ഇവിടെ ഉണ്ടായത്, ജോജു ജോർജ് പോലൊരു നടൻ, സുരാജ് വെഞ്ഞാർ പോലൊരു നടൻ, ഷാജോൺ പോലൊരു നടൻ. അവരൊക്കെ വർഷങ്ങളായിട്ട് സെഗ്മെന്റിൽ കിടന്ന് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടാണ് അവർ കയറി വന്നത്. അതുപോലെ തന്നെയാണ് ട്രേഡിംഗ് ഈസ് ഓൾസോ ആൻ ആർട്ട്. ട്രേഡിങ്ങും ഒരു ആർട്ടാണ്. ഈ ആർട്ടിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാക്കേണ്ടത്. എക്സ്പീരിയൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടൊക്കെയാണ് മാർക്കറ്റ് കയറാനുള്ള സാധ്യത, എവിടൊക്കെയാണ് ഇറങ്ങുക. അല്ലാതെ ഷോർട്ട് കട്ട്സിന്റെ പിന്നാലെ പോയിട്ടുള്ളവരാരും ഇവിടെ ജയിച്ചിട്ടുണ്ടാവാം. കാരണം 100-ൽ 2% എററിന് സാധ്യതയുണ്ട്. അതുപോലെ 100-ൽ 2 ആളുകൾ ജയിച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ആൻഡ് ടൈം മാത്രമല്ല, ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലക്ക്. മനസ്സിലായോ? നമുക്ക് തന്നെ നമ്മൾ ലൈക്ക് കുറെ ട്രേഡുകൾ നമുക്ക് നോക്കിയാൽ അറിയാം. നമ്മൾ തന്നെ കണ്ണടച്ച് ട്രേഡ് ചെയ്യുമ്പോൾ പലപ്പോഴും ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പ്രോഫിറ്റ് നമുക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ അത് നോക്കിയിട്ട് നമ്മൾ അടുത്ത ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ലൂസ് വരും. അപ്പൊ പ്രതീക്ഷിക്കാത്ത അത്ര പ്രോഫിറ്റബിൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ള ലക്കുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെയാണ് നമുക്ക് ഇവിടെ നമുക്കൊരു ലൈക്ക് അത് അവരുടെ ഭാഗ്യമാണ്. ട്രേഡിംഗ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ആൻഡ് ടൈം ഓൺലി, ആൻഡ് അതിന്റെ ഒരു സബ് ഫാക്ടർ ലക്കാണ്. അപ്പോൾ ഒരു സ്ട്രാറ്റജി വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷണലി തന്നെ എന്ത് ചെയ്യണം എന്നറിയോ? വർക്ക് ചെയ്യണം. ഇമോഷൻ പറഞ്ഞാൽ സിംപ്ലി സ്റ്റോപ്പ് ലോസ് കൃത്യമായി കട്ട് ചെയ്യാനും കൃത്യമായ റിസ്ക് റിവാർഡ് വയ്ക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കുക, എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രേഡിംഗ് പഠിക്കേണ്ടത്. മനസ്സിലായോ? അതായത് എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ചാർട്ട് പഠിപ്പിക്കുക. ഈ ചാർട്ട് എന്ന് പറഞ്ഞ സാധനമൊക്കെ അച്ഛന്റെ കാലത്ത് ആളുകൾ പേപ്പറിൽ വരച്ചിട്ട് മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്ത സാധനമാണ്. ഇവിടെ വന്നിട്ടുള്ള കുറെ ആളുകൾ പറയും ക്യാൻഡിൽസ്റ്റിക്സിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ അവർ പറയും ചാർട്ട് പാറ്റേൺസ്, ഇത് ട്രയാങ്കിൾ, ഹെഡർ ഷോൾഡർ, തോന്നിയ പാറ്റേൺ വരച്ചിട്ട് ഇവർ പറയും ഏയ് പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. അവര് വരയ്ക്കുന്നത് വർക്ക് ചെയ്യില്ല എന്നാണ്. 4 വര വരച്ചിട്ട് ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ ആണോ ഇത് ട്രയാങ്കിൾ ആണെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. മാർക്കറ്റിന് ഒരു വര വരയ്ക്കേണ്ടതിന് സ്ഥലമുണ്ട്. അപ്പോ അവര് പറഞ്ഞു ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ അല്ല. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും വർക്ക് ചെയ്യില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇന്ത്യൻ മാർക്കറ്റ് വർക്ക് ചെയ്യില്ല, ക്രിപ്റ്റോ നല്ലത്. പിന്നെ പറഞ്ഞു ക്രിപ്റ്റോ അല്ല, ഫോറക്സ് ആണ് നല്ലത്. ഇത് ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് അവരവർക്കാണ് വർക്കൗട്ട് ആവാത്തത്. ട്രേഡിംഗ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ വലിയ സെഗ്മെന്റ് ആണ്. ഒരു സിംഗിൾ ഇൻഡിക്കേറ്ററും ഒരു ക്യാൻഡിൽസും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡ്സ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ചിലപ്പോൾ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങളുടേത്. ആരോ ഒരാൾ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യേണ്ടെന്ന് അറിയാം? വെറുതെ വിടണ്ട. ട്രേഡിങ്ങിൽ ഒരുപാട് സെഗ്മെന്റ് ഉണ്ട്. ചാർട്ട്, ക്യാൻഡിൽസ്റ്റിക്സ് പാറ്റേൺസ്, ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. നല്ല നല്ല വർക്കിംഗ് പാറ്റേൺസ് ഉണ്ട്. അതിൽ ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ട്രേഡിംഗ് ലൈൻസ് ആൻഡ് പാറ്റേൺസ്, പല ലൈൻസും പാറ്റേൺസ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് വർക്കാവും. ഇൻഡിക്കേറ്റേഴ്സ് തള്ളിക്കളഞ്ഞൊരു സെഗ്മെന്റ് ആണ് 90% ആൾക്കാര്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണേ കൊണ്ടാണ് നമുക്കിതൊന്നും ഒരു വിലയില്ലാത്തത്. ആളുകൾ വലിയ പൈസക്ക് ചാർട്ട് വാങ്ങിയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഫ്രീ ഡാറ്റ വെച്ചിട്ടാ കളിക്കണത്. ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ആൾക്കാർക്ക് വില ഇല്ലാത്തത്. പിന്നെ എന്തൊക്കെ രീതി, ഗ്യാന്, ഫിബ്, ക്യാമറല,
ലൈക്ക് പിന്നെ എങ്ങനെ പറയാ, ഇറ്റ്സ് ലൈക്ക് അത് ഒരുപാട് ഫിബനാസി, ഇതിലൊക്കെ നമ്മൾ എന്താ ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്താ നമുക്ക് നമുക്ക് നമ്മുടെ ലോസ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് മാർക്കറ്റ് ഡയറക്ഷൻ ഒരു പരിധി വരെ നമുക്ക് 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 പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ പറയാൻ പാടില്ല. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഒരൊറ്റ സ്ട്രാറ്റജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇമോഷണലി തന്നെ ട്രേഡ് ചെയ്യണം. വിജയിക്കേണ്ട ഒരാളാണെങ്കിൽ ഇമോഷണലി തന്നെ ട്രേഡ് ചെയ്യണം. ഇത് ഈ സമയത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു.